മുഹമ്മദ് സാഹിബ് സത്യത്തിൽ ഈ മലബാർ ഭാഗത്തല്ല ജനിച്ചത്. അദ്ദേഹം തെക്കൻ കേരളത്തിലാണ് ജനിച്ചത്, ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹം എന്നിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണ്. ഉത്തരേന്ത്യയിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടുമുട്ടിയത് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി അവിടുത്തെ ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ അധ്യാപകനായിരുന്നു, ഹിസ്റ്ററി അധ്യാപകനായ മൗലാന മുഹമ്മദ് അലി ജൗഹാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിട്ട് പരിചയപ്പെട്ടു, ഈ വിദ്യാർത്ഥിയുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മുഹമ്മദ് റഹ്മാൻ ഇവിടെയല്ല നിൽക്കേണ്ടത്, നിങ്ങൾ കേരളത്തിലേക്ക് പോകണം, കേരളത്തിലേക്ക് പോയി ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിങ്ങൾ ശക്തമായി രംഗത്തിറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട്ടെത്തിയ അദ്ദേഹം കോഴിക്കോട്ടെ കുറേ ആൾക്കാരുമായി പരിചയപ്പെട്ട് അവിടെ നിന്നും ഒരു പ്രമാണിയാണ് റോസ് വില്ല എന്ന് പറയുന്ന ഒരു വീട് ഇദ്ദേഹത്തിന് കൊടുത്തത്. വീട് മാത്രമല്ല, ഒരു ചുവന്ന കാറും. ഓരോ ദിവസവും അദ്ദേഹത്തിന് പ്രോഗ്രാം ആയിരിക്കും. മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ അൽ അമീൻ പത്രം, ഈ അൽ അമീൻ പത്രം പുറത്തിറക്കണമെങ്കിൽ അന്നും ഓരോരുത്തരുടെ സഹായം കിട്ടണം. ഓരോ ദിവസവും ലേഖനം എഴുതണം, ഇത് പുറത്തിറക്കണം, ഇതൊക്കെ ഡ്യൂട്ടി. അപ്പോൾ കുറഞ്ഞ കാലം ജീവിച്ച അദ്ദേഹം ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. അൽ അമീൻ പത്രത്തിൽ ലേഖനം എഴുതണം, എന്നിട്ട് പോയിട്ട് വൈകുന്നേരം ഉജ്ജ്വല പ്രഭാഷണം നടത്തണം. അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം റോസ്വില്ലയിലേക്ക് തിരിച്ച് എത്തുകയാണ്. ഇങ്ങനെ മലബാറിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ സന്നദ്ധമാക്കിയിട്ടുണ്ട്.